കേരളത്തിലെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നായ കേരഫെഡിൽ മാനേജിംഗ് ഡയറക്ടർ അതായത് MD നിയമനവുമായി ബന്ധപ്പെട്ട് വിവാദം ശക്തമാകുന്നു. നിലവിൽ IAS ഉദ്യോഗസ്ഥർ വഹിക്കുന്ന MD തസ്തികകളുടെ സ്വഭാവം മാറ്റി കരാർ നിയമനത്തിന് വഴിയൊരുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നാണ് ആക്ഷേപം. ചില താൽപര്യ ഗ്രൂപ്പുകളുടെയും ലോബികളുടെയും സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്നും ആരോപണമുണ്ട്. 300 കോടി രൂപയിലധികം വാർഷിക വിറ്റുവരവുള്ള കേരഫെഡിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയാണ്. സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ പ്രൊഫഷണൽ മേൽനോട്ടവും ഭരണപരമായ നിയന്ത്രണവും ഉറപ്പാക്കുന്നതിനാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ MD സ്ഥാനത്തേക്ക് നിയമിക്കുന്നത്. മുൻ സർക്കാർ കാലത്ത് നിയമിതനായ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കേരഫെഡ് സാമ്പത്തികമായി വലിയ മുന്നേറ്റം കൈവരിച്ചിരുന്നു എന്നാണ് വിലയിരുത്തൽ. നഷ്ടത്തിലായിരുന്ന സ്ഥാപനം ലാഭത്തിലേക്ക് തിരിച്ചെത്തുകയും ഭരണപരമായ ക്രമക്കേടുകൾ കണ്ടെത്തി നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഇതിന് പിന്നാലെ ഉണ്ടായ ഭരണപരമായ നീക്കങ്ങളും സ്ഥാനമാറ്റങ്ങളും അന്ന് ചർച്ചയായിരുന്നു. തുടർന്ന് സ്ഥാപനത്തിന്റെ ഭരണപരമായ സ്വാതന്ത്ര്യവും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനായി ഒരു IAS ഉദ്യോഗസ്ഥനെ MD ആയി നിയമിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമനവുമായി ബന്ധപ്പെട്ട് തസ്തികകളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി കരാർ നിയമനത്തിന് അവസരമൊരുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായാണ് ആരോപണം. കഴിഞ്ഞ വർഷങ്ങളിൽ കൊപ്ര സംവരണവും വാങ്ങൽ നടപടികളുമായി ബന്ധപ്പെട്ട് കേരഫെഡ് വിവാദങ്ങളിൽപ്പെട്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ വ്യാപാര രാഷ്ട്രീയ ലോബികൾ സ്ഥാപനത്തിന്റെ നയപരമായ തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങളും വീണ്ടും ഉയരുന്നുണ്ട്.